വടകരയുമായി ഒരു സാമ്യവും ഇല്ല. കാരണം വടകര പാർലമെന്റ് ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ തികച്ചും വ്യത്യസ്തമാണ്. വടകരയിലെ ജനങ്ങൾ അന്ന് കരുതിയത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു സീറ്റ് കൂടുന്നതായിരിക്കും ഗുണം ചെയ്യുക, BJPക്കെതിരായിട്ട് അവിടെ ഭരണം, അങ്ങനെയാണ് കോൺഗ്രസും പ്രചരിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിലാണ് അന്ന് വടകരയിലെ ജനങ്ങൾ പ്രതികരിച്ചത്. എന്നാൽ അസംബ്ലി ഇലക്ഷനിൽ ആ പാറ്റേൺ അല്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയും കേരളത്തിലെ LDFന്റെ ഭരണം കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പ്രചരണ രംഗത്ത് വടകരയുമായി ഇപ്പോൾ വർഗീയ വിഷയങ്ങൾ ചർച്ചയാകുന്നു. മാത്രവുമല്ല കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ ഒരു പരാതിയൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിതൊന്നും ഇപ്പം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വടകരയിൽ ആ വൃത്തികെട്ട രീതിയിലുള്ള പോസ്റ്റ് ഇട്ടതിന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെ പിടികൂടുകയും കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പത്രങ്ങളിലെല്ലാം വന്നതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, മറ്റേത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല എന്ന് പറയുന്നതിൽ ശരിയുണ്ടോ? ഞങ്ങൾ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. ഈ കാന്തപുരം ഉസ്താദിന്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യരുത് എന്ന് എഴുതിയിട്ട് പ്രചരിപ്പിച്ച് കുറെ കഴിയുമ്പോൾ മനസ്സിലായല്ലോ, അവർ നിഷേധിച്ചല്ലോ, കാന്തപുരം തന്നെ നിഷേധിച്ചല്ലോ, അത് ഞങ്ങൾ അങ്ങനെ ഇറക്കിയിട്ടില്ല. അത്തരത്തിലുള്ള എല്ലാ കളിയും ആ ടീം ഇവിടെയുണ്ട്. പക്ഷെ അവിടെ അത് കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാകാം. ഞങ്ങളും മനസ്സിലാക്കുമ്പോഴേക്ക് വൈകിപ്പോയിരുന്നു. വ്യാജ ID സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അത്തരം പോസ്റ്റ് ഇടുന്നത്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വടകരയിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ, ശിക്ഷിക്കപ്പെട്ടവരിൽ യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകന് കോടതി 15,000 രൂപ പിഴ വിധിച്ചു. പത്രത്തിൽ വാർത്ത വന്നതാണ്. അപ്പൊ അതിനിപ്പോ ഇവിടെ നടക്കും എന്ന് തോന്നുന്നില്ല. ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്.